ആധുനിക മനുഷ്യന്റെ ഭൗതിക ഭ്രമങ്ങളിലും വികസന കുതിപ്പുകളിലും ഈ സമൂഹം സ്വയം മറക്കുമ്പോൾ വിസ്മരിക്കപ്പെടുന്ന ഒരു ലോകമുണ്ട്. നിരാശയിലും വേദനയിലും ഒറ്റപ്പെടലിന്റെ ദുരിതങ്ങളിലും സ്വയം ഇല്ലാതാകുന്ന കുറെ മനുഷ്യാത്മാക്കളുണ്ടവിടെ. ദൈവഹിതം തിരിച്ചറിഞ്ഞ് അവർക്കരികിൽ സാന്ത്വനമായി കടന്നെത്തുവാൻ തയ്യാറാകുന്ന ചിലർ. അവരുടെ സമർപ്പണം ഈ ലോകത്തിൻ്റെ നിരർത്ഥകമായ ഭൗതികാവേശങ്ങൾക്കിടയിൽ സ്വർഗീയ പ്രഭ പരത്തുന്ന സുവിശേഷ സന്ദേശങ്ങളായി മാറുന്നു. പാവപ്പെട്ടവരോടും രോഗികളോടുമുള്ള കരുണ കൊണ്ട് ശ്രദ്ധേയനായ ഒരു വിശുദ്ധൻ. അദ്ദേഹം തൻ്റെ ജീവിതകാലത്തുടനീളം സംസാരിച്ചതും പ്രവർത്തിച്ചതും അവർക്കു വേണ്ടിയായിരുന്നു. പിൽക്കാലത്ത് ആ വിശുദ്ധന്റെ മാതൃക ഹൃദയത്തിൽ സ്വീകരിച്ച് കരുണയുടെ മാലാഖമാരായി ഈ ലോകത്തിലേക്കിറങ്ങിയത് ആയിരങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പാവപ്പെട്ടവർക്കും രോഗികൾക്കും ഇടയിൽ ദൈവത്തിൻ്റെ അനന്ത കരുണയുടെ കരങ്ങളാകുവാൻ അനേകരെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിരുന്നു. 1786 ഇറ്റലിയിൽ ജനിച്ച് 1842 തൻ്റെ 55-ാം വയസ്സിൽ സ്വർഗഭാഗ്യത്തിനായി വിളിക്കപ്പെട്ട വിശുദ്ധ ജോസഫ് കൊത്തലൻഗോ ആണ് ആ വിശുദ്ധൻ. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കൊത്തലൻഗോ സഹോദരന്മാരും ഒപ്പം വൈദികരും സന്യാസിനിമാരും ഏറെ തീഷ്ണതയോടെ കരുണയുടെ ശുശ്രൂഷകളിൽ പങ്കുചേരുന്നു. ബ്രദേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് കൊത്തലൻഗോ എന്ന കോൺഗ്രിഗേഷന് 1965 വത്തിക്കാൻ്റെ അംഗീകാരത്തോടുകൂടി സന്യാസ സമൂഹമായി അംഗീകരിക്കപ്പെട്ടത്. അതിൻ്റെ ശാഖയായിട്ട് ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ 1984 പ്രവർത്തനം ആരംഭിച്ച ഈ ചെറിയ സമൂഹം ഇന്ന് ഞങ്ങൾ 8 ബ്രദേഴ്സ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ടുണ്ട്. അവരുടെ 2 കമ്മ്യൂണിറ്റികൾ ഇന്ന് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് ഇവിടെ പള്ളുരുത്തിയിലും മറ്റൊന്ന് നോർത്ത് പറവൂരിലും. മറ്റു പല സന്യാസ സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വൈദികരും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒരുമിച്ചുള്ള ശുശ്രൂഷാ രീതിയാണ് കൊത്തലൻഗോ സമൂഹത്തിൻ്റെ സവിശേഷത. രോഗികളും വൈകല്യങ്ങളാൽ ഒറ്റപ്പെട്ടവരുമായവർക്കു വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഭവനങ്ങളിൽ ഇവർ ഒന്നു ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നു. വിശുദ്ധ കൊത്തലൻഗോയുടെ തീഷ്ണമായ ജീവിത മാതൃകയും തികഞ്ഞ ബോധ്യങ്ങളുടെ പിൻബലത്തിൽ ശുശ്രൂഷാ മേഖലകളിൽ ആയിരിക്കുന്ന സമർപ്പിതരുടെ സേവന സന്നദ്ധതയും ഇവരുടെ ഭവനങ്ങളെ കൃപാസമൃദ്ധമാക്കി മാറ്റുന്നു. ഈ സന്യാസ സമൂഹത്തിൽ അച്ഛന്മാരുമുണ്ട്, സിസ്റ്റേഴ്സുമുണ്ട്, ബ്രദേഴ്സുമുണ്ട്. സിസ്റ്റേഴ്സിൻ്റെ കമ്മ്യൂണിറ്റികൾ ഇന്ന് ഇന്ത്യ ഒട്ടാകെയുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നും അവർ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രദേഴ്സിൻ്റെ എണ്ണം വളരെ ചുരുങ്ങിയതായതുകൊണ്ട് അത് കേരളത്തിലെ 2 മൂലകളിലായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സ്ഥാപനമാണ്. ഞാനൊരു കൊത്തലൻഗോ സിസ്റ്ററാണ്. ഈ കൊത്തലൻഗോ ബ്രദേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ സ്ഥാപനം. വിശുദ്ധ ജോസഫ് കൊത്തലൻഗോ ഈ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാൻ ബ്രദേഴ്സിനെ നിയമിച്ചു. അതുപോലെ ബ്രദേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും വന്നു. എറണാകുളത്ത് പള്ളുരുത്തിയിൽ 1984 കൊത്തലൻഗോ സഹോദരന്മാർ ഒരു ഭവനം ആരംഭിച്ചപ്പോൾ വിശുദ്ധ കൊത്തലൻഗോ നൽകിയ മാതൃക അനുസരിച്ച് ദൈവപരിപാലനയുടെ ചെറിയ ഭവനം എന്ന പേരിൽ നിരാശ്രയർക്കായി ഒരു കാരുണ്യഭവനവും അതിൻ്റെ ഭാഗമായുണ്ടായിരുന്നു.
അന്നു മുതൽ 3 പതിറ്റാണ്ടുകളിലേറെയായി എറണാകുളം നഗരപരിസരങ്ങളിൽ ഒറ്റപ്പെട്ടവരും അവശരും ആലംബഹീനരുമായ നൂറുകണക്കിന് ആത്മാക്കൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഞങ്ങളിവിടെ എല്ലാ ദിവസവും നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയുള്ള അന്തേവാസികൾക്ക്, അതായത് 40 അന്തേവാസികൾ ഞങ്ങൾക്ക് ഇവിടെയുണ്ട്, ആരും പോരും ഇല്ലാത്തവർ. അവരെ ഞങ്ങളിവിടെ സംരക്ഷിക്കുകയാണ്. അതായത് വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും അവരെ കുളിപ്പിക്കാനും അവർക്ക് വേണ്ട ദിനചര്യകൾ ചെയ്തു കൊടുക്കാനും അതിനുശേഷം അവർക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനയും അതിനുശേഷം 6:45 രാവിലെ കുർബാനയും പരിശുദ്ധ കുർബാനയും. ദൈവം തന്നിരിക്കുന്ന കരുണ, ആ കരുണ എങ്ങനെയാണ് നമ്മൾ വിനിയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അത് യേശുവിന് തന്നെ വേണ്ടിയാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമ്മൾക്ക് ഉത്തേജനം നൽകുന്നുണ്ട് ഈ ഒരു പാപങ്ങളിലൂടെയുള്ള ശുശ്രൂഷ. ദരിദ്രരും അവശരും വൈകല്യങ്ങളുള്ളവരുമെങ്കിലും മനുഷ്യാത്മാക്കൾ എന്ന മൂല്യത്തിന് ഒരിക്കലും കുറവുണ്ടാകുന്നില്ലെന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റെല്ലാവരെയും പോലെ തികഞ്ഞ മാനസിക സംതൃപ്തിയിൽ ജീവിക്കുവാനുള്ള ചുറ്റുപാടുകളാണ് ഇവിടെ ഒരുക്കപ്പെടുന്നത്. രോഗിയും ദരിദ്രനും അനാഥനുമായി തങ്ങൾക്ക് മുന്നിലെത്തുന്ന ഓരോ ആത്മാക്കളെയും ക്രിസ്തുവായി കണ്ട് സ്വീകരിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഇവർ ഉത്സുകരാണ്. മാനസികവും ശാരീരികവുമായ പലവിധ തകർച്ചകളാലും പരിമിതികളാലും ഒന്നിനും കൊള്ളാത്തവർ എന്ന് മുദ്രകുത്തപ്പെടുന്ന ഒരു വിഭാഗത്തെ തികഞ്ഞ പ്രതിബദ്ധതയോടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇവർ പരിശ്രമിക്കുന്നു. ദിവസം മുഴുവനും ക്രിയാത്മകമായും നന്മയ്ക്കായും വിനിയോഗിക്കത്തക്കതായി ഈ കുടുംബത്തിലെ അംഗങ്ങളെ ഇവർ പ്രവർത്തന നിരതരാക്കുന്നു. ഓരോരുത്തരുടെയും താൽപ്പര്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്കിഷ്ടപ്പെട്ട തൊഴിലുകളിൽ പ്രാവീണ്യമുള്ളവരാക്കി മാറ്റുകയും തങ്ങൾ കഴിവുകെട്ടവരല്ല എന്ന ബോധ്യത്തിൽ അവരെ വളർത്തുകയും ചെയ്യുകയാണ് ഈ ശുശ്രൂഷകരുടെ ദൗത്യങ്ങളിൽ കൂടുതൽ ശ്രമകരം. എന്നാൽ ആ ലക്ഷ്യത്തിൽ അവർ മാതൃകാപരമായി തന്നെ ഏറെ മുന്നേറിയിരിക്കുന്നു. ആരാലും അറിയപ്പെടാതെ കഴിയുന്ന ഇവരെ സമൂഹത്തിൽ അവർക്ക് ഒരു വിലയും നിലയുമുണ്ടെന്നുള്ളത് ആണ് കൊത്തലങ്കോ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അവരെ മാനിക്കുക, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ മാന്യമായി, അവരും ഈ ലോകത്തിൻ്റെ ശബ്ദമാണ് എന്ന് ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് കൊത്തലങ്കോ അയാൾ തുടങ്ങി വെച്ചത്. അതിന്നും ഈ ചെറിയ സമൂഹം ഈ 8 ബ്രദേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ ഇന്നും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നത് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. ഏതെങ്കിലും തരത്തിൽ മാതാപിതാക്കളില്ലാതെ, സഹോദരങ്ങളില്ല, തെരുവിലായിരുന്നവർ, അങ്ങനെ പലരുണ്ട്, പല കൂട്ടരുണ്ട്. പക്ഷേ എല്ലാവരും ഇപ്പോൾ വളരെ സന്തോഷത്തിൽ ഇവിടെ നിന്ന് സ്വന്തം പല കാര്യങ്ങളും ചെയ്യാൻ പഠിച്ച് അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല വസ്തുക്കളും ചെയ്ത് കാഴ്ചവെക്കുന്നുണ്ട്. കൊത്തലൻകോ സഹോദരന്മാരുടെ മാതൃകാപരമായ ഈ വലിയ കാരുണ്യഭവനത്തിന് പിന്നിൽ ശക്തി പകരുന്ന ഏറെ കരങ്ങളുണ്ട്. മാറിയ കാലത്തിനും ചിന്താഗതികൾക്കും ആനുപാതികമായി അംഗസംഖ്യയിൽ വലിയ കുറവനുഭവിക്കുന്ന ഈ സന്യാസ സമൂഹത്തെ തങ്ങളുടെ പരിമിതിയെ അതിലംഘിക്കും വിധം അനേകർ താങ്ങി നിർത്തുന്നു. കൊച്ചി രൂപതയിലും പുറത്തുമുള്ള അനേകർ ഈ ഭവനത്തിലെ ദൈനംദിന ശുശ്രൂഷകളിൽ സഹായത്തിനെത്തുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തികഞ്ഞ ദൈവപരിപാലനയുടെ വിളനിലമായി ഈ ഭവനം ഈ വലിയ സമൂഹത്തിൽ വളർന്നു നിൽക്കുന്നു. ചെറുതും വലുതുമായ ശുശ്രൂഷകളിൽ പങ്കാളികളായി ഇവിടെ എത്തുന്ന അനേകർക്കും പങ്കുവയ്ക്കുവാനുള്ളത് വിസ്മയനീയമായ സാക്ഷ്യങ്ങളാണ്. പിന്നെ ഞങ്ങൾക്കുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്രദേഴ്സ് വളരെ കുറവാണ്, വൊക്കേഷൻ വളരെ കുറവാണ്. അതിൻ്റെ പേരിൽ ദൈവപരിപാലന ഭയങ്കര ശക്തമാണ്. ഒത്തിരി വോളണ്ടിയേഴ്സ് പല കൊച്ചി രൂപതയുടെ പല ഇടവകളിൽ നിന്നും ഞങ്ങളിവിടെ വന്ന് സഹായിക്കുന്നു. രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും അവർ വന്ന് ഈ കുട്ടികളെയൊക്കെ കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ
ഉച്ചയ്ക്ക് ഇവിടെയുള്ള അടുത്തുള്ള ചേച്ചിമാർ അവർ വന്ന് ഞങ്ങളെ സഹായിക്കുന്നു, ഫീഡിങ് ചെയ്യുന്നതിനുണ്ട്. കാരണം കിടപ്പ് രോഗികൾക്ക് നമ്മൾക്ക് കുറച്ച് കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കോരി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായിക്കാൻ വേണ്ടി വരുന്നു. പിന്നെ ഒരു ഗ്രൂപ്പ് വൈകുന്നേരം വരുന്നു. അങ്ങനെ ഒത്തിരി ഗ്രൂപ്പുകളും ഇവിടെ വന്ന് ഞങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവപരിപാലന വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കരുണയുടെ വർഷം ഒത്തിരി ഗ്രൂപ്പുകൾ ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ഒത്തിരി പ്രയാസത്തിലും ദുഃഖത്തിലുമൊക്കെ ആയിരിക്കുന്നവരോട് കൂടെ ആയിരിക്കാനും അവരിൽ ഒരംഗത്തെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ, ഒരു കുടുംബത്തിലെ തന്നെ ഒരംഗത്തെ പോലെ ആയി തീരാനായിട്ടൊക്കെ ജീവിതത്തിൽ സാധിച്ചത് പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലൂടെയൊക്കെയാണ്. കർത്താവിൻ്റെ വലിയ കാരുണ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇവിടെ വരുവാനും ഒക്കെ ഇടയായത്. പ്രത്യേകിച്ച് ബ്രദേഴ്സ് ഇവരുടെ കാലങ്ങൾക്ക് ശേഷം എന്തു ചെയ്യുമെന്ന് പലപ്പോഴും ഞങ്ങളോട് പ്രാർത്ഥനയോടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ യുവാക്കളായ ഞങ്ങൾ സപ്പോർട്ടായിട്ട് ഇവരോടൊപ്പം ആയിരിക്കാനും ഇവരുടെ ആവശ്യങ്ങളിൽ ഇവരെ സഹായിക്കാനും, പ്രത്യേകിച്ച് പ്രഭാതത്തിലൊക്കെ ഇവരെ കുളിപ്പിക്കുവാനും, ഇവർ രോഗികളൊക്കെ ആണെങ്കിൽ ഇവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ ബ്രദേഴ്സിനൂടെ സഹായിക്കുവാനൊക്കെ ഞങ്ങളെ ദൈവം ഇന്നും ഗ്രൂപ്പായിട്ട് കാത്തു പരിപാലിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏകദേശം 10-14 പേര് യുവാക്കൾ പ്രഭാതത്തിൽ തന്നെ കുളിപ്പിക്കുവാനും അതുപോലെ ഇവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടാറുണ്ട്. അതുപോലെ ഇവർ പുറത്തൊക്കെ ഇടയ്ക്ക് ഇവർക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെറിയ ടൂറൊക്കെ സംഘടിപ്പിക്കും. അപ്പോഴൊക്കെ അവരുടെ കൂടെ പോകാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്നു. ഒരിക്കലും കുറവ് വരാത്ത വിധത്തിൽ ഈ വലിയ കുടുംബത്തിലെ ദൈനംദിന ആവശ്യങ്ങൾക്കായി സഹായത്തിനെത്തുന്ന അനേകർ തങ്ങളുടെ ഭവനങ്ങളിലെ ആഘോഷങ്ങൾ പലപ്പോഴും ഇവിടെ ക്രമീകരിക്കുന്നു. വിവാഹ വാർഷികമോ പിറന്നാൾ ആഘോഷങ്ങളോ തുടങ്ങി അനുസ്മരണ ദിനങ്ങൾ ഇവർക്കൊപ്പം ആയിരിക്കുവാൻ തീരുമാനിക്കുന്നവർക്ക് പങ്കുവയ്ക്കുവാനുള്ളത് അനുഗ്രഹങ്ങളുടെയും കൃപയുടേതുമായ അനുഭവങ്ങളാണ്. വോളണ്ടിയർ സർവീസ് ചെയ്യുന്ന കുറേ സഹോദരങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ ഈ ചുറ്റുപാടുമുള്ള ഈ ഇടവകയിലെ കുറേ ഒത്തിരി ആൾക്കാർ ഞങ്ങളെ സഹായിക്കാനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അവരുടെ എല്ലാം സഹകരണത്തോടു കൂടിയും ഞങ്ങൾ ഈ സംരംഭം നടത്തിക്കൊണ്ടു പോവുകയാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഒത്തിരി ആൾക്കാർ സഹായിക്കാൻ സന്മനസ്സുള്ള ആൾക്കാരുണ്ട്. സുമനസ്സുകൾ ഭക്ഷണം ഓഫർ ചെയ്യും. പിന്നെ ഒത്തിരി ജനങ്ങൾ ഭക്ഷണം കൊടുക്കാനായിട്ട് രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പലരും വരുന്നുണ്ട്. കുറേ ഒത്തിരി പേര് കുളിപ്പിക്കാനായിട്ട് ഷേവ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ കുട്ടികളുടെ കാര്യത്തിന് പലരും വന്ന് സഹായിക്കുന്നുണ്ട്. ദൈവപരിപാലനയുടെ ഈ എളിയ ഭവനത്തിൽ ഈ സഹോദരന്മാർ നേതൃത്വം നൽകുന്ന കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകൾ സ്ഥിരം അന്തേവാസികളിൽ ഒതുങ്ങി നിൽക്കുന്നവയല്ല. സമീപദേശങ്ങളിലുള്ള അനേകം കിടപ്പ് രോഗികൾക്കായുള്ള ധ്യാന ശുശ്രൂഷകൾ വർഷം തോറും ഇവിടെ നടത്തപ്പെടുന്നു. സ്ഥിരമായി ശുശ്രൂഷകൾക്കെത്താറുള്ള ഏതാനും ശുശ്രൂഷകരുടെ തികഞ്ഞ അർപ്പണബോധത്തോടെയുള്ള പങ്കാളിത്തമാണ് ഇത്തരം പല ശുശ്രൂഷകൾക്കും വേദിയൊരുക്കുവാൻ ബ്രദേഴ്സിന് ശക്തി പകരുന്നത്. തങ്ങളാലാവുന്ന എല്ലാവിധത്തിലും അനേകർക്ക് സാന്ത്വനവും ദൈവാനുഭവവും പകരുവാൻ അധ്വാനിക്കുന്ന ഈ ചെറിയ സമൂഹം ഈ ലോകത്തിന് മുഴുവൻ സന്ദേശമായി മാറുകയാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന ഈശോയുടെ വാക്കുകൾ സത്യത്തിൽ ജീവിതത്തിൽ കരുണയുടെ ഒഴുക്കായിട്ട് മാറുന്നത് ബ്രദേഴ്സിലൂടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 1 കൊറിന്ത്യസ് 12-ാം അധ്യായത്തിൽ 27-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അവയവങ്ങളുമാണ് എന്നുള്ള വാക്കിന് സത്യത്തിൽ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്ന ബ്രദേഴ്സിൻ്റെ ശുശ്രൂഷ, അതിന് പങ്കാളികളാകുവാനായിട്ട് വോളണ്ടിയേഴ്സായിട്ടുള്ള ഞങ്ങളെ കർത്താവ് ഇന്നും പരിപാലിക്കുന്നു എന്നതിനോർത്ത് ഒത്തിരി നന്ദിയുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ ഈ അവശത അനുഭവിക്കുന്ന വീടുകളിൽ കിടപ്പ് രോഗികളെ കൊണ്ടുവന്ന് ധ്യാനം നടത്തി കൊടുക്കുന്ന ഒരു സംവിധാനവും ഞങ്ങൾ ഇവിടെ എല്ലാ വർഷവും നടത്തിപ്പോരുന്നുണ്ട്.
അതിനു വേണ്ടിയിട്ട് ഒത്തിരി വോളണ്ടിയേഴ്സ്, സന്നദ്ധ സംഘടനയിൽ ആയ കൊത്തലങ്കോ മിഷൻ ഫാമിലിയും എന്ന ഒരു സംഘടനയും ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആൾക്കാർ ഇതിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. കൊത്തലൻകോ സഹോദരന്മാരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ സമൂഹത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി അവരുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സന്നദ്ധ സംഘടനയാണ് കൊത്തലൻകോ മിഷൻ ഫാമിലി. സമീപ പ്രദേശങ്ങളിൽ നിന്നും വിശുദ്ധ കൊത്തലൻകോയുടെ ആശയങ്ങളോട് ഇത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട് കരുണയുടെ പടയാളികളായി മാറുന്ന അനേകം കുടുംബങ്ങൾ തന്നെ ഇവർക്കൊപ്പമുണ്ട്. ഈ ദൈവപരിപാലനാ ഭവനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് വഴിയായി അവർ ഈ ലോകത്തിനു മുന്നിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രഘോഷകരായി മാറുന്നു. കൊത്തലങ്കോ മിഷൻ ഫാമിലി എന്ന സന്നദ്ധ സംഘടനയുടെ രൂപം കൊണ്ടത് 1997 അതിന് അധിക നാളത്തെ ലൈഫ് ഉണ്ടായിരുന്നില്ല. 2013 മുതലാണ് ഇതിൻ്റെ പ്രവർത്തനം കൂടുതലായി വിപുലീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ നമ്മളുടെ ക്രിസ്തീയ വിശ്വാസം കുടുംബങ്ങളിൽ എങ്ങനെ ബലപ്പെടുത്തുവാൻ പറ്റും, അവരെ നമ്മളുടെ ഈ കാരുണ്യ പ്രവർത്തികളിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഈ സന്നദ്ധ സംഘടന ഞങ്ങളിവിടെ തുടങ്ങിയത്. അത് ഈ ശുശ്രൂഷ മേഖലകളിൽ ഇന്ന് വളരെ പ്രസക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെയാണെങ്കിൽ തന്നെയും ഇവരൊന്നും ആരാലും അറിയപ്പെടുന്നവരല്ല. എല്ലാവരും സൈലൻ്റായിട്ട്, അതായത് നിശബ്ദരായിട്ട് സേവനം ചെയ്യുന്ന കുറേ ആൾക്കാരുടെ പിൻബലമാണ് ഇതിന് കൂട്ടായി നിൽക്കുന്നത്. മനുഷ്യദൃഷ്ടിയിൽ അനാഥരും ദുർബലരും കഴിവുകെട്ടവരുമായി വിലയിരുത്തപ്പെട്ടേക്കാമെങ്കിലും ദൈവമക്കളെന്ന സ്ഥാനം വഹിക്കുന്നവരായ ഇവർ ഓരോരുത്തരും അവിടുത്തെ തിരുമുമ്പിൽ മഹത്വമുള്ളവരാണെന്ന തിരിച്ചറിവാണ് ഈ ശുശ്രൂഷകരെ തങ്ങളുടെ കർമ്മത്തിൽ ഉറപ്പിക്കുന്നത്. എന്നാൽ സ്നേഹം നൽകി സംരക്ഷിക്കുവാൻ മനസ്സാകുമ്പോൾ പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമുള്ള സ്നേഹവും കരുതലും അവരിൽ നിന്ന് തിരിച്ചറിയുന്നുവെന്ന് ഇവർ ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഭൗതിക ലോകത്തിന് പലപ്പോഴും കൈമാറാൻ കഴിയാതെ പോകുന്ന നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ഈ ദുർബല സമൂഹത്തിൽ നാം തിരിച്ചറിയുന്നത്. ഇവരോടുകൂടെ ആയിരിക്കുന്ന ആ സാന്നിധ്യം ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടു കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾക്ക് ഇവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നു. ഒരു ദിവസം എന്നെ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ എവിടെ പോയി എന്താണെന്നുള്ള ഭയങ്കര ഒരു ടെൻഷൻ പോലെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ നമ്മളുടെ ചിലപ്പോൾ വീട്ടുകാർ പോലും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചില്ലെന്ന് വരാം. എങ്കിലും ഇവിടെയുള്ള കുട്ടികൾ അത്രയ്ക്കും ഭയങ്കര ഇതായിട്ട് നമ്മളെ അന്വേഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഒരു സ്നേഹം, നമ്മളെ സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം വരുന്നു. അതായത് യേശുവിലൂടെ കൂടുതലായിട്ട് അടുക്കാനും ഈ ഒരു സ്നേഹത്തിലൂടെ സാധിക്കുന്നു. വിശ്വനാഥൻ പറഞ്ഞതുപോലെ ഞാൻ സാക്ഷാൽ കുതിർച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവനേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് ഈശോനാഥൻ പറഞ്ഞതുപോലെ ബ്രദേഴ്സിലൂടെ ഒത്തിരി കർത്താവിൻ്റെ സ്നേഹവും പരിപാലനയും എല്ലാം ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ആരും പോലും ഇല്ലാത്ത പാവപ്പെട്ട അവരിലൊക്കെ ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് വരട്ടെ, കൂടുതൽ ഒക്കേഷൻ ഇവർക്കുണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിശബ്ദമായ സേവനപാതയിലൂടെ സഞ്ചരിച്ച് അനേക ഹൃദയങ്ങൾക്ക് സാന്ത്വനം പകരുന്ന ഒരു ചെറിയ സമൂഹം. അവരുടെ സമർപ്പണവും തിരിച്ചറിവുകളും ഈ സമൂഹത്തിൽ മറ്റേറെ പേർക്ക് വെളിച്ചം പകരുന്നു. ചെറിയവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സർവശക്തന്റെ സ്വരം തിരിച്ചറിഞ്ഞ് ഈ കരങ്ങൾക്ക് ബലം പകരുവാൻ നമുക്കും പരിശ്രമിക്കാം. ഒപ്പം കരുണയുടെ ജീവിത സാക്ഷ്യങ്ങളായി മാറി ദൈവകരുണയുടെ സന്ദേശവാഹകരായി മാറുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.